ശ്രീ ടി.ഒ. മോഹൻ, ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി. സർ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ 39 വർഷമായി റിമാൻഡ് തടവുകാരനായി കഴിയുന്ന ആറളം വിയറ്റ്നാം കോളനിയിലെ കുങ്കൻ എന്ന കൃഷ്ണൻ്റെ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. ഈ കാര്യത്തിൽ 39 വർഷത്തിൽ 30 വർഷക്കാലവും അദ്ദേഹം മാനസിക നിലതെറ്റി അവിടെ കുതിരവട്ടം മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ദയനീയമായ കാഴ്ച അത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ കൊടുംകുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ കേവലം ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർ പരോള് വാങ്ങി പുറത്തൊക്കെ വരുന്നൊരു നാട്ടിൽ 39 വർഷമായി ജീവപര്യന്തം ശിക്ഷിച്ചാൽ 3 തവണ കിടക്കേണ്ട സമയമായി. അങ്ങനെ ജയിലിൽ കഴിയുന്ന ഒരാളിൻ്റെ അവരുടെ അവകാശം അത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഇത് വളരെ അപൂർവമായൊരു കേസാണ് ശ്രീ സുനീഷ് എൻ്റെ ടി.ഒ. മോഹൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇന്നലെ ശ്രീ സുനീഷ് MLA എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. മാതൃഭൂമി ദിനപത്രത്തിലാണ് വളരെ വിശദമായ വാർത്ത വന്നത്. 38 വർഷമായി ജയിലിൽ കഴിയുന്നു. സാർ, അതിനകത്ത് സിംഹഭാഗവും അദ്ദേഹം കഴിഞ്ഞത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. സാർ, 28/7/1987 കണ്ണൂർ സെൻട്രൽ ജയിൽ റിമാൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ 17/4/1995 മുതൽ 18/12/2025 വരെ കോഴിക്കോട് ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നൽകി വരികയായിരുന്നു. മാനസികാരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും തിരികെ ഏറ്റെടുക്കണമെന്നുള്ള അറിയിപ്പ് കോഴിക്കോട് ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ചതിനെ തുടർന്ന് 18/12/2025 ഇദ്ദേഹത്തെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ച് വരികയാണ്. അങ്ങ് ടേബിൾ ചെയ്തു. അല്ല സാർ, ഒറ്റ വാക്കും കൂടെ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ജയിൽ വകുപ്പ് തന്നെ മറ്റ് NGOസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ആളില്ല, ബന്ധുക്കളില്ല. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും നാൾ ജയിലിലും ചികിത്സയ്ക്കായി കഴിയേണ്ടി വന്നത്. വളരെ വിഷമകരമായൊരു കാര്യമാണ്. അദ്ദേഹത്തെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. താങ്ക് യു.